ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ട വികസനത്തിന് തുടക്കമാകുന്നു. ലാൻഡ് പൂളിംഗ് വഴിയാണ് AI ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇൻഫോ പാർക്കും GCDAയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. നൂതനമായ ലാൻഡ് പൂളിംഗ് മാതൃകയിലൂടെ എറണാകുളം ജില്ലയിൽ 300 ഏക്കറിലധികം വിസ്തൃതിയിൽ ആഗോള നിലവാരമുള്ള ഇന്റഗ്രേറ്റഡ് AI ടൗൺഷിപ്പാണ് യാഥാർത്ഥ്യമാകുന്നത്. കേരള സർക്കാരിന്റെ പുതിയ ലാൻഡ് പൂളിംഗ് നിയമപ്രകാരം നടപ്പാക്കുന്ന പദ്ധതിക്ക് GCDAയും ഇൻഫോ പാർക്കും ഒരുമിച്ചാണ് നേതൃത്വം നൽകുക. ഇൻഫോ പാർക്ക് ഫേസ് 3ക്ക് വേണ്ടി GCDA ലാൻഡ് പൂളിംഗിലൂടെ ഭൂമി കണ്ടെത്തും. ഫേസ് 3യിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫോ പാർക്ക് ഒരുക്കും. GCDAയുമായി ഇൻഫോ പാർക്ക് ധാരണാപത്രം ഒപ്പിടുന്നത് ലാൻഡ് പൂളിംഗ് പദ്ധതിയുടെ ആദ്യഘട്ടമായാണ്. പരമ്പരാഗത ഭൂമി ഏറ്റെടുക്കൽ രീതികളിലെ കാലതാമസവും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കി വികസന പദ്ധതികൾക്ക് ഭൂമി ലഭ്യമാക്കാൻ സർക്കാർ ഒരുക്കുന്ന പുതിയ സമീപനമാണ് ലാൻഡ് പൂളിംഗ്. കൊച്ചിയുടെ അതിവേഗ വളർച്ചയും നിലവിലുള്ള ഇൻഫോ പാർക്ക് ക്യാമ്പസുകളുടെ സ്ഥലപരിമിതിയും കണക്കിലെടുത്താണ് ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടമായി 300 ഏക്കറിലധികം വിസ്തൃതിയിൽ പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് GCD ചെയർമാൻ K ചന്ദ്രൻപിള്ള, CEO സുശാന്ത് കറുന്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 300 മുതൽ 500 ഏക്കർ വരെ പോകാവുന്ന ഈ സിറ്റി കേരളത്തിലെ ആദ്യത്തെ AI സിറ്റി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും യൂട്ടിലിറ്റികളും എല്ലാം AI കൺട്രോൾഡായിട്ട് ഒരു പുതിയ തരത്തിലുള്ള ഒരു അർബനൈസേഷനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2030 ആകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായി സജ്ജമാവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവഴി 2 ലക്ഷത്തോളം ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും ഏകദേശം 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാൻഡ് പൂളിങ്ങിൻ്റെ കാര്യങ്ങൾ GCDA ചെയ്യും. അത് കഴിഞ്ഞ് മാസ്റ്റർ പ്ലാനിങ്ങും അതിൻ്റെ ബജറ്റിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോ പാർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. IT കെട്ടിടങ്ങൾക്ക് പുറമെ പാർപ്പിട സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കായിക സാംസ്കാരിക സംവിധാനങ്ങൾ എന്നിവയാണ് ഫേസ് 3യിൽ ഒരുക്കുന്നത്. ഏകദേശം 25,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളുമാണ് ലക്ഷ്യം. ജനം, കൊച്ചി.